ഏറെ നാടകീയതകൾക്ക് ശേഷം പന്തളത്ത് ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ. 3 വിമതന്മാരെ ഒപ്പം നിർത്തിയ ബി.ജെ.പി. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ഉറപ്പാക്കി. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച അച്ഛൻകുഞ്ഞ് ജോൺ ആണ് നഗരസഭാ ചെയർമാൻ. ഓപ്പറേഷൻ കമലയെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു രാവിലെ ബി.ജെ.പി. കൗൺസിലർമാർ എത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ഏതായാലും ശ്രീരാജ്, ഇപ്പോൾ പന്തളത്ത് ബി.ജെ.പി. അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വിമതന്മാരെ ഒപ്പം നിർത്താൻ, ഒപ്പം സ്വതന്ത്രന്റെ പിന്തുണ ഉറപ്പാക്കാനൊക്കെ ബി.ജെ.പിക്ക് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇന്ന് സംഭവിച്ച നാടകീയമായ ആ രാഷ്ട്രീയ നീക്കങ്ങൾ? ലക്ഷ്മി, നമുക്കറിയാവുന്നതുപോലെ കെ.വി. പ്രഭയുടെ നേതൃത്വത്തിൽ 3 പേരായിരുന്നു ബി.ജെ.പിയുടെ കൗൺസിലർമാരായിരുന്ന 3 പേരായിരുന്നു ബി.ജെ.പി. ഭരണസമിതിയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഒരു വിമത നീക്കം നടത്തിയത്. ബി.ജെ.പി. കഴിഞ്ഞ തവണ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭരണസമിതിയിൽ നിന്നും രാജിവെക്കുന്നതിന് തലേ ദിവസം മുൻപ് വരെയും ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഈ 3 പേരും ബി.ജെ.പി. ഭരണസമിതിയുമായി തെറ്റിപ്പിരിഞ്ഞു നിന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ 3 പേരെയും ബി.ജെ.പിക്ക് കൂടെ നിർത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു സ്വതന്ത്രന്റെ പിന്തുണ ഉൾപ്പെടെയാണ് ബി.ജെ.പി. നിലവിൽ കൂടെ നിർത്തിയിരിക്കുന്നത്. നിലവിൽ 19 അംഗങ്ങളുടെ കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് ബി.ജെ.പി. നഗരസഭാ അധ്യക്ഷനായി ബി.ജെ.പി. സ്ഥാനാർത്ഥി അച്ഛൻകുഞ്ഞ് ജോൺ വിജയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 പേരെയും അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന് നേതൃത്വം നൽകിയത് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള നഗരസഭയായിരുന്നു പന്തളം നഗരസഭ. കഴിഞ്ഞ 2 ദിവസം അദ്ദേഹം പന്തളത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ 3 വിമതന്മാരെയും ബി.ജെ.പിക്ക് ഒപ്പം നിർത്താൻ സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി തന്നെ നേരത്തെ ലക്ഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ കമലയെ അനുസ്മരിപ്പിക്കും വിധം ഒരു ട്രാവലറിലായിരുന്നു മുഴുവൻ കൗൺസിലർമാരെയും ബി.ജെ.പി. നേതൃത്വം അവിടെ നഗരസഭയിൽ എത്തിച്ചത്. അതിനുശേഷം 11 മണിയോടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് 19 പേരുടെ പിന്തുണയോടെ, അതായത് 18 ബി.ജെ.പി. കൗൺസിലർമാർ, അതിനു പുറമെ ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അവർ ഉന്നയിക്കുന്ന ആരോപണം കെ.വി. പ്രഭ ഒപ്പിട്ട അവിശ്വാസമാണ് അവർ കൊണ്ടുവന്നത്. എന്നിട്ട് അവർ ആരോപിക്കുന്നത് പണക്കൊഴുപ്പ് കണ്ട് ബി.ജെ.പിയുടെ കൗൺസിലർമാർ, കെ.വി. പ്രഭ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. കൗൺസിലർമാർ തിരികെ ബി.ജെ.പി. കൂടാരത്തിലേക്ക് കയറിയെന്നും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലെ വിയോജിപ്പ് മൂലമാണ് നിലവിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നുമായിരുന്നു കോൺഗ്രസ് അറിയിച്ചത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ച് 19 പേരുടെ പിന്തുണയോടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന അച്ഛൻകുഞ്ഞ് ജോൺ അധികാരത്തിലെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 9 പേരുടെ പിന്തുണയായിരുന്നു CPM LDF സ്ഥാനാർത്ഥിയായിരുന്ന ലസിത ടീച്ചറിന് കിട്ടിയത്. നിലവിൽ കോൺഗ്രസിന് 5 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന 4 കൗൺസിലർമാർക്ക് പുറമെ ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഒരു കൗൺസിലർ UDFനൊപ്പമുണ്ട്. അദ്ദേഹം ഈ വോട്ടെടുപ്പ് പ്രക്രിയയിലെല്ലാം പങ്കെടുത്തെങ്കിൽ പോലും ആ സ്ലിപ്പിൽ അദ്ദേഹം ആർക്കും വോട്ട് രേഖപ്പെടുത്താതെ, ആരുടെയും പേരിന് നേരെ ഇൻഡുമാർക്ക് ഇടാതെയാണ് അദ്ദേഹം ആ വോട്ടെടുപ്പിൽ പ്രക്രിയയിൽ പങ്കെടുത്തത്. അങ്ങനെ അദ്ദേഹവും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഏറെ നാടകീയതകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഈ 3 കൗൺസിലർമാരെയും ഒപ്പം നിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഒരു സ്വതന്ത്രന്റെയും പിന്തുണ ഉറപ്പാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിൽ 18 കൗൺസിലർമാരുടെ പിന്തുണയായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ അത് 19 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണ ബി.ജെ.പിക്ക് ഉറപ്പാക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ മത്സരശേഷം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം LDF സ്ഥാനാർത്ഥിയായിരുന്ന ലസിത ടീച്ചർ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലെല്ലാം കണ്ടുവരുന്ന ഒരു മാതൃകയിലായിരുന്നു പന്തളത്തെ ബി.ജെ.പിയുടെ പ്രവർത്തനം. സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പന്തളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത് പണമൊഴുക്കുന്ന തരത്തിലായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു LDFന്റെ ആരോപണം. എന്തായിരുന്നാലും ബി.ജെ.പി. അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു കൗൺസിലറിന്റെ കൂടി പിന്തുണ അധികമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ബി.ജെ.പി. പന്തളത്ത് അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.